സമൂ ചീസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ചെമ്മീനും അച്ചിങ്ങപ്പയറും കൊണ്ടുള്ള ഒരു തോരനാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ: 1 കപ്പ് അച്ചിങ്ങപ്പയർ, 1 കപ്പ് ചെമ്മീൻ. ഇനി അടുത്ത വേണ്ടത് 1 സ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ചത്, 5 പച്ചമുളക്, ഒരു വലിയ സവോള ചെറുതായി മുറിച്ചത്, അല്പം കറിവേപ്പില, 1 കഷ്ണം പുളി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അത് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 240 ml കപ്പിന് 1 കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അരച്ചെടുക്കുകയല്ല, നന്നായിട്ട് അരയ്ക്കണ്ട, ചതച്ചെടുത്താൽ മതി. കറിക്ക് ആവശ്യമായ ഉപ്പും വെളിച്ചെണ്ണയും. എങ്ങനെയാണ് ചെമ്മീൻ അച്ചിങ്ങപ്പയർ കൊണ്ടുള്ള തോരൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ചട്ടി എടുത്ത് വയ്ക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങപ്പയർ ഇട്ട് കൊടുക്കുക. ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. പുളി അതിൻ്റെ വെള്ളത്തോട് കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് വേകാനുള്ള ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അച്ചിങ്ങയ്ക്കകത്തുനിന്നും ചെമ്മീനകത്തു നിന്നൊക്കെ ധാരാളം വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പോരാതെ വരുവാണെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് നമുക്കിത് വേവിച്ചെടുക്കാം. ചെമ്മീൻ ഞാനിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് അടച്ച് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ചെമ്മീൻ വേവിക്കാൻ വെച്ചപ്പോൾ ചേർത്തിട്ടുണ്ട്. അതിനനുസരിച്ച് മാത്രമേ ഇവിടെ ചേർക്കാവുള്ളൂ. ഒരു അല്പം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടിയാണ് കൂടുതലായിട്ട് വേണ്ടത്. അത് ഞാനിവിടെ 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഒരല്പം കൂടെ ചേർത്ത് കൊടുത്തേക്കാം. 1/2 സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ അല്പം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളകും കൂടെ ചേർക്കാം. പച്ചമുളക് ഞാൻ ആവശ്യത്തിന് ചെമ്മീനകത്തും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ ഞാൻ ഇതുപോലെ ഒതുക്കി എടുത്തിട്ടുണ്ട്. അച്ചിങ്ങയും ചെമ്മീനും വെന്തോന്ന് നോക്കാം. ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ഞാൻ ഇതുപോലെ ഒതുക്കി എടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടി, അല്പം മുളക് പൊടിയും തേങ്ങയും കൂടെ ചേർത്ത് ഒതുക്കിയെടുത്ത അരപ്പാണിത്. ഒന്നെങ്കിൽ ഇത് നേരിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അതല്ല എങ്കിൽ ഇത് കടുക് വറുത്ത് അതിനകത്തിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കടുക് വറുത്തിട്ട് അതിനകത്ത് മൂപ്പിച്ചിട്ടാണ് ചേർക്കാൻ പോകുന്നത്. ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് കറിവേപ്പില കൊടുക്കുക. ഈ അല്പം കുറച്ച് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്ത് ചെറുതായിട്ട് കൂട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ കോരിയിട്ട് കൊടുക്കാം. പുളി ഇതിനകത്ത് എടുത്ത് മാറ്റിക്കളയാം കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ നോക്കണം. പോരാങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയും എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ അച്ചിങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുമല്ലോ. അതുപോലെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.